പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് ആപ്പിൾ ചാമ്പയാണ്. അപ്പോൾ ഈ ആപ്പിൾ ചാമ്പ എങ്ങനെയാണ് നമ്മളൊന്ന് വീട്ടിൽ ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ റോഡിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്ന സ്വരമൊക്കെ കേൾക്കും. അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്കൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ 10 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ചെടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇത് വേര് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഇത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് വീട്ടിൽ ചെയ്യാം. ഇത് മുള്ളാത്തയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ്. ചെത്തിയൊക്കെ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം നമുക്കിതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വീട്ടിൽ പിടിപ്പിച്ചെടുക്കാം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇത് ബാലിച്ചാമ്പയാണ്. നല്ല ചുമപ്പ് നിറമുള്ള ആപ്പിൾ ചാമ്പ എന്നൊക്കെ പറയാം. ആ ചാമ്പ നമ്മളൊന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ചൈരി കമ്പോസ്റ്റ് വെച്ചിട്ട് വേണം ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ആർക്ക് വേണേലും ചെയ്യാം. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇത് വേര് പിടിക്കും. നന്നായിട്ട് വേര് പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഈ ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് നട്ട് കൊടുക്കാം. നമുക്ക് സ്വല്പം കാണാമല്ലോ അലോവേര ജെല്ല് നമുക്ക് ഇവിടോട്ടും തേച്ച് കൊടുക്കാം. അപ്പം വേര് എളുപ്പം പിടിക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ നമ്മളൊരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും എടുക്കണം. പ്ലാസ്റ്റിക് എടുത്തിട്ട് അതിനകത്ത് ചൈരി കമ്പോസ്റ്റ് വെച്ചിട്ട് ആ ഭാഗത്തോട്ട് നമ്മൾ തൊലി കളഞ്ഞ ഭാഗത്തോട്ട് വെച്ച് പിടിപ്പിച്ച് കൊടുത്തേച്ചാൽ മതി. നമ്മൾ വരഞ്ഞത് കുറുക്കി കെട്ടണം. ഓക്കെ, കട്ടാക്കൂ. പിടിച്ചു ഓട്ടോ പേരൊന്നും റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടിയുടെ ശല്യം. ഇതുപോലെയാണ് നമ്മൾ വീട്ടിലിങ്ങനെ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ പതിവെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടേപ്പൊക്കെ കിട്ടും. ടേപ്പൊക്കെ വാങ്ങിച്ച് നമുക്ക് പതിവെക്കാം. ഇനി ഇടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. അത് ഒരാഴ്ച 2-3 പ്രാവശ്യം ചെയ്തേച്ചാൽ മതി. ഇപ്പം റെയിനി സീസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിന് വേര് പിടുത്തം ഉണ്ടാവും. ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം.